100 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നടന്ന അതിക്രൂരമായ ഒരു കൂട്ടക്കൊലപാതകം. കാലമിത്ര കഴിഞ്ഞും തീരാത്ത ദുരൂഹതകൾ. രക്തം മരവിപ്പിക്കുന്ന ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിൻഡർകൈഫക് കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ്. വെൽക്കം ടു ഇൻസൈറ്റ് പ്ലസ്. ഏപ്രിൽ 4 ജർമ്മനിയുടെ തലസ്ഥാനമായ മ്യൂണിക്കിൽ നിന്നും 70 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ബവേറിയ എന്ന ചെറിയ പട്ടണം. ലോറൻസ് ലിറ്റൻബോവർ എന്ന കർഷകൻ അയാളുടെ അയൽക്കാരെ കഴിഞ്ഞ 4 ദിവസമായി വീട്ടിലോ പരിസരത്തോ കാണുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നു. അവരെ അയാൾ പള്ളിയിലും കാണുന്നില്ല. അതിനാൽ തന്നെ ഇവരെവിടെ പോയി എന്ന കാര്യത്തിൽ അയാൾക്കൊരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഗ്രൂബർ ഫാമിലി എന്നറിയപ്പെട്ടിരുന്ന ആ വീട്ടിൽ താമസിച്ചിരുന്നത് ആൻഡ്രിയാസ് ഗ്രൂബർ, അയാളുടെ ഭാര്യയായ സിസീലിയ, അവരുടെ മകളായ വിക്ടോറിയയുടെ 2 കുട്ടികളായ സിസീലിയ, യോസഫ് എന്നിവരായിരുന്നു. അതുകൂടാതെ അവരുടെ ജോലിക്കാരിയായ മരിയയും അവരോടൊപ്പം താമസിച്ചിരുന്നു. 1800കളിൽ ഗ്രൂബർ ഫാമിലി സ്ഥാപിച്ചതാണ് ഹിൻഡർകൈഫക് ഫാം ഹൗസ്. ഈ ഫാം ഹൗസിലെ ഒരു ജോലിക്കാരനായിരുന്നു ആൻഡ്രിയാസ്. പിന്നീട് അയാൾ ഈ കുടുംബത്തിലെ വിധവയായിരുന്ന സിസീലിയയെ കല്യാണം കഴിക്കുകയും ആ കുടുംബത്തിൻ്റെ തലവനായി മാറുകയും ചെയ്തു. അവർക്ക് ഒരു മകൾ ജനിക്കുകയും ചെയ്തു. ആ മകളുടെ പേരാണ് വിക്ടോറിയ മുതിർന്നപ്പോൾ അവളെ കാൾ ഗബ്രിയേൽ എന്ന വ്യക്തി കല്യാണം കഴിക്കുകയും അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അമ്മയോടുള്ള സ്നേഹനിമിത്തം ആ കുഞ്ഞിനവർ സിസീലിയ എന്ന് തന്നെ പേരിട്ടു. കാൾ ഗബ്രിയേൽ പിന്നീട് 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം വിക്ടോറിയ ഒരു ആൺകുട്ടിക്ക് കൂടെ ജന്മം നൽകുകയുണ്ടായി. ആ കുട്ടിക്ക് അവർ യോസഫ് എന്ന് പേരിട്ടു. ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്നതിനെ സംബന്ധിച്ച് കുടുംബത്തിലും പുറത്തും പല കഥകളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഗ്രൂബർ കുടുംബത്തിൻ്റെ അയൽവാസിയായിരുന്ന ലോറൻസ് ആണ് യോസഫിൻ്റെ പിതാവ് എന്ന ആരോപണമുണ്ടായിരുന്നു. നാട്ടിലും അങ്ങനെയായിരുന്നു പൊതുവെയുള്ള സംസാരം. പക്ഷേ അയാൾ ഈ കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. യോസഫിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ലോറൻസ് മടിച്ചു എന്ന് മാത്രമല്ല, കുട്ടിയുടെ യഥാർത്ഥ പിതാവ് വിക്ടോറിയയുടെ സ്വന്തം പിതാവായ ആൻഡ്രിയാസ് ആണെന്ന് വരെ അയാൾ പറഞ്ഞു വരുത്തി. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും ഏതാനും മാസങ്ങൾക്ക് ശേഷം ലോറൻസ് ആണ് വിക്ടോറിയയുടെ ഇളയ കുട്ടിയായ യോസഫിൻ്റെ പിതാവെന്ന് അയാൾ തന്നെ അംഗീകരിക്കുകയുണ്ടായി. ആ നാട്ടിൽ പൊതുവെ ഗ്രൂബർ ഫാമിലിയെപ്പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. വളരെ നന്നായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കർഷക കുടുംബമായിരുന്നു ഗ്രൂബർ ഫാമിലി. എങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് അല്പം ഉൾവലിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു അവരുടേത്. വളരെ യാഥാസ്ഥിതികമായ ഒരു കർഷക കുടുംബം. ഗ്രൂബർ ഫാമിലി താമസിക്കുന്ന ഹിൻഡർകൈഫക് ഫാം ഹൗസ് എന്നത് വളരെ വിസ്തൃതമായ ഒന്നായിരുന്നു. വീടിനോട് ചേർന്ന് തന്നെ വിശാലമായ കളപ്പുരയും കാർഷികാവശ്യങ്ങൾക്കായുള്ള എൻജിൻ റൂമും ഇതെല്ലാം അടങ്ങുന്നതായിരുന്നു ഈ ഫാം ഹൗസ്. എന്നാൽ ഈ ഫാം ഹൗസിൽ കുറച്ച് നാളുകളായി ചില വിചിത്രമായ മാറ്റങ്ങൾ ആ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുടുംബനാഥനായ ആൻഡ്രിയാസ് മഞ്ഞിൽ പുതഞ്ഞ നിലയിലുള്ള ചില ഫ്രഷ് കാൽപ്പാടുകൾ കാണുകയുണ്ടായി. ഇത് കളപ്പുരയുടെ ഭാഗത്തേക്കാണ് പോയിരുന്നതെങ്കിലും അവിടെ നിന്ന് തിരികെ വരുന്ന രീതിയിലുള്ള കാൽപ്പാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കളപ്പുരയുടെ വാതിൽ തുറന്നു കിടക്കുന്നതായും ആൻഡ്രിയാസ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും എന്തെങ്കിലും മോഷണം പോയതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാൽപ്പാടുകളെക്കുറിച്ച് ആൻഡ്രിയാസിന് കൂടുതലൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ഈ വിചിത്രമായ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ആ ഫാം ഹൗസിൽ നിന്ന് ഒരു മാഗസിൻ കണ്ടെത്തുകയുണ്ടായി. അത് മ്യൂണിക് നഗരത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു മാഗസിനായിരുന്നു. എന്നാൽ ആ വീട്ടിൽ ആരും തന്നെ അങ്ങനെ ഒരു മാഗസിൻ വരുത്തുന്നുണ്ടായിരുന്നില്ല. ഇനി അഥവാ മാഗസിൻ വിതരണം ചെയ്യുന്ന പോസ്റ്റ്മാന് വീട് മാറി അത് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടതാവാം എന്ന് അവർ ചിന്തിക്കുന്നു. ആൻഡ്രിയാസ് ആ മാഗസിനുമായി പോസ്റ്റ്മാനെ സമീപിച്ചെങ്കിലും അങ്ങനെ ഒരു മാഗസിൻ ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടില്ല എന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. ഇതോടെ ആശയക്കുഴപ്പത്തിലായ ആൻഡ്രിയാസ് തൻ്റെ അയൽപ്പക്കത്തെല്ലാം ആ മാഗസിനുമായി പോയി അന്വേഷിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ഒരു മാഗസിൻ വരുത്തുന്നുണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചു. എന്നാൽ ആ പരിസരത്തുള്ള ആരും തന്നെ അങ്ങനെ ഒരു മാഗസിൻ മുമ്പ് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഗ്രൂബർ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിചിത്ര സംഭവങ്ങൾ ഇവിടം കൊണ്ടും തീരുന്നില്ല. ആ വീട്ടിലെ പലരും ആ വീടിൻ്റെ മച്ചിൽ നിന്ന് വിചിത്രമായ പല ശബ്ദങ്ങളും പലപ്പോഴും കേൾക്കാൻ തുടങ്ങിയിരുന്നു. മിക്ക രാത്രികളിലും
മച്ചിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ട് അവർ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കണ്ടിരുന്നില്ല. തുടർച്ചയായി നടക്കുന്ന ഈ വിചിത്ര സംഭവങ്ങൾ ഏതോ അമാനുഷികമായ ശക്തി ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരി ആ വീട്ടിലെ ജോലി തന്നെ അവസാനിപ്പിച്ച് അവിടെ നിന്നും പോയി. ഇതിനുശേഷമാണ് 1922 മാർച്ച് 31 മരിയ ബോംഗാർട്ട്നർ ആ ഗ്രൂബർ ഫാമിലിയിലെ പുതിയ ജോലിക്കാരിയായി എത്തിയത്. തൻ്റെ സഹോദരിക്കൊപ്പമാണ് മരിയ അന്ന് ആ വീട്ടിലെത്തിയത്. മരിയയെ അവിടെ എത്തിച്ച് ഫാമിലിയെയെല്ലാം പരിചയപ്പെട്ട ശേഷം അവളുടെ സഹോദരി തിരികെ പോയി. ഗ്രൂബർ ഫാമിലിയെ അവസാനമായി കാണുന്ന വ്യക്തിയായി മാറുകയായിരുന്നു മരിയയുടെ സഹോദരി. തൊട്ടടുത്ത ദിവസം ആ കുടുംബത്തിലെ ഒരാൾ പോലും ജീവനോടെ ഉണ്ടായിരുന്നില്ല, ജോലിക്കാരിയായ മരിയ പോലും. തൊട്ടടുത്ത ദിവസം, അതായത് 1922 ഏപ്രിൽ 1, ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയായ സിസീലിയ അന്ന് സ്കൂളിലെത്തുന്നില്ല. അവളുടെ കൂട്ടുകാർ ഇത് ശ്രദ്ധിച്ചെങ്കിലും അവൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമായതിനാൽ അന്നേ ദിവസം അവധിയെടുത്തതായിരിക്കും എന്നവർ കരുതുന്നു. അതോടൊപ്പം തന്നെ ഗ്രൂബർ ഫാമിലിയുടെ മറ്റൊരു അയൽക്കാരനായ മൈക്കൽ പോൾ ഈ ഫാം ഹൗസിലെ ദുരൂഹമായ തരത്തിലുള്ള നിശബ്ദത ശ്രദ്ധിക്കുന്നു. എങ്കിലും അന്നേ ദിവസം അയാളും അത് കാര്യമായി എടുത്തില്ല. അടുത്ത 2 ദിവസത്തേക്ക് ഗ്രൂബർ ഫാമിലിയിൽപ്പെട്ട ഒരാളെ പോലും അവരുടെ അയൽക്കാരോ പോസ്റ്റ്മാനോ പാൽക്കാരനോ ആരും തന്നെ കാണുന്നില്ല. എല്ലാവർക്കും ഇതല്പം വിചിത്രമായി തോന്നി. 1922 ഏപ്രിൽ 4, ആ വീട്ടിലെ എൻജിൻ റൂമിൽ റിപ്പയറിങ്ങിനായി വന്ന ഒരു മെക്കാനിക്ക് ആ വീട്ടിൽ പലതവണ മുട്ടിയിട്ടും ആരെയും കണ്ടില്ല. എന്നിരുന്നാലും എൻജിൻ റൂം തുറന്നു കിടക്കുന്നതിനാൽ അയാൾ അവിടെ പോയി തൻ്റെ ജോലികളെല്ലാം തീർത്തിട്ട് തിരിച്ചു വരുന്നു. ഏകദേശം 3 മണിക്കൂറോളം അയാൾ അവിടെ ജോലി ചെയ്തു. ഇത്രയും സമയവും അയാൾ അവിടെ ജോലി ചെയ്തിട്ട് ഒരാളെ പോലും കണ്ടില്ല. ഇത് അയാളിൽ അല്പം ആശങ്കയുണ്ടാക്കി. അയാൾ ഈ കാര്യം നേരെ അയൽപ്പക്കത്തെ വീടുകളിൽ ചെന്ന് അന്വേഷിക്കുന്നു. ഗ്രൂബർ ഫാമിലിയിലെ ഒരാളെ പോലും കാണുന്നില്ല. അവരെവിടെ പോയി? എന്നാൽ അയാൾ ഇത് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഈ അയൽക്കാർക്കും അറിയില്ലായിരുന്നു ആ വീട്ടുകാർ എവിടെ പോയെന്ന്. ഈ റിപ്പയറിങ്ങിന് വന്ന മെക്കാനിക്ക് ലോറൻസിൻ്റെ വീട്ടിലും പോയി അന്വേഷിക്കുന്നുണ്ട്. ലോറൻസിനെ സംബന്ധിച്ച് തൻ്റെ ഇളയ മകൻ ആ വീട്ടിലുണ്ട്. അതിനാൽ തന്നെ അയാൾ ഒരല്പം കൂടുതൽ ആശങ്കപ്പെട്ടു. എന്നിരുന്നാലും ആ ഫാം ഹൗസിൽ നേരിട്ട് പോയൊരു അന്വേഷണത്തിന് അപ്പോൾ ലോറൻസ് തയ്യാറാകുന്നില്ല. അതിനു പകരമായി തൻ്റെ ആദ്യ ഭാര്യയിലുള്ള 2 ആൺകുട്ടികളെ ആ ഫാം ഹൗസിലേക്ക് അയച്ചിട്ട് അവിടെ ഒന്ന് അന്വേഷിച്ചു വരാനായി ഏൽപ്പിക്കുന്നു. ആ കുട്ടികൾ ആ ഫാം ഹൗസിൻ്റെ പരിസരത്തൊക്കെ നോക്കി നടന്നെങ്കിലും ആരെയും കണ്ടില്ല. അവർ അതുപോലെ തന്നെ തിരിച്ചു വന്ന് ഈ കാര്യം ലോറൻസിനെ അറിയിച്ചു. അതോടെ പരിഭ്രാന്തനായ ലോറൻസ് തൻ്റെ അയൽവാസികളും കൂട്ടുകാരുമായ മൈക്കൽ പോളിനെയും ജേക്കബ് സൈഗിളിനെയും കൂട്ടി നേരെ ആ ഫാം ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടെ അവർ ഒരു തിരച്ചിൽ നടത്തുന്നു. ഫാം ഹൗസിലേക്ക് എത്തിയപ്പോൾ തന്നെ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ വീട്ടിലെ എല്ലാ വാതിലുകളും പൂട്ടിയിരുന്നു. എങ്കിലും എൻജിൻ റൂം മാത്രം പൂട്ടിയിരുന്നില്ല. ഫാം ഹൗസിൻ്റെ പരിസരത്ത് അനക്കമൊന്നും കാണാത്തതിനാൽ അവർ 3 പേരും നേരെ കളപ്പുരയുടെ നേരെയാണ് പോയത്. ലോറൻസ് ബലമായി ആ വാതിലിൻ്റെ പൂട്ട് പൊളിച്ചു. എന്നിട്ട് കളപ്പുരയ്ക്കുള്ളിലേക്ക് കടന്നു. ഏതാനും അടി മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ലോറൻസിൻ്റെ കാല് എന്തിലോ തട്ടുന്നു. ശ്രദ്ധിച്ചു നോക്കിയ അയാൾ ഞെട്ടിപ്പോയി. കളപ്പുരയിലെ പുല്ലുകെട്ടുകൾക്കിടയിൽ മറച്ചു വെച്ചതുപോലെ രക്തത്തിൽ കുളിച്ച് വികൃതമാക്കപ്പെട്ട നിലയിൽ ഒരു മൃതദേഹം കിടക്കുന്നു. അത് ആൻഡ്രിയാസ് ഗ്രൂബർ ആയിരുന്നു. ആ കാഴ്ച കണ്ട് ഭയന്ന് വിറച്ച അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മറ്റ് 3 മൃതദേഹങ്ങൾ കൂടെ ഇതുപോലെ വികൃതമാക്കപ്പെട്ട നിലയിൽ കാണുന്നു. ആൻഡ്രിയാസിൻ്റെ ഭാര്യ സിസീലിയ, മകൾ വിക്ടോറിയ, വിക്ടോറിയയുടെ 7 വയസ്സ് മാത്രമുള്ള മകൾ സിസീലിയ എന്നിവരുടെ മൃതദേഹങ്ങളായിരുന്നു അത്. ഭയാനകമായ ഈ കാഴ്ച അവരെ 3 പേരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. സ്ഥലകാല ബോധം വീണ്ടെടുക്കാൻ അവർക്ക് 3 പേർക്കും കുറച്ച് സമയം വേണ്ടി വന്നു. സ്വബോധത്തിലേക്ക് മടങ്ങി വന്ന ലോറൻസ് വളരെ വേഗം വീടിൻ്റെ അകത്തേക്ക് പാഞ്ഞു. ആ വീട്ടിൽ തൻ്റെ മകനുമുണ്ട്, തൻ്റെ സ്വന്തം രക്തം. വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ ലോറൻസ് ആദ്യം തന്നെ ചെന്ന് നോക്കുന്നത് അടുക്കളയിലാണ്. അവിടെ അയാൾക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. അവിടെ നിന്ന് വിറയ്ക്കുന്ന കാലുകളുമായി പ്രധാന മുറിയിലേക്ക് ഓടിക്കയറിയ ലോറൻസിന് മുന്നിൽ കണ്ടത് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണരുതേ എന്നാഗ്രഹിച്ച ഒരു കാഴ്ചയായിരുന്നു. ആ തൊട്ടിലിൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ തലയോട്ടി തകർക്കപ്പെട്ട് വികൃതമാക്കപ്പെട്ട നിലയിൽ മരിച്ചു കിടക്കുന്നു. തൊട്ടടുത്ത മുറിയിൽ തന്നെ മരിയയും കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. മറ്റ് മൃതദേഹങ്ങളെപ്പോലെ മരിയയുടെ തലയും വളരെ മൃഗീയമായ രീതിയിൽ വികൃതമാക്കപ്പെട്ടിരുന്നു. ജോലിക്കായി ഹിൻഡർകൈഫക് ഫാം ഹൗസിലെത്തുമ്പോൾ മരിയ ഒരിക്കലും വിചാരിച്ചു കാണില്ല തൻ്റെ ഈ ഭൂമിയിലുള്ള അവസാനത്തെ ദിനമായിരിക്കും ഇന്നെന്ന്. അതിക്രൂരമായി മൃഗീയമായി അവൾ കൊല്ലപ്പെട്ടു. ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ
7ഉം 2ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പിഞ്ചു കുട്ടികളെ അതിക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. അവരുടെ മൃതദേഹങ്ങൾ പോലും വികൃതമാക്കപ്പെട്ടിരുന്നു. ഒരു ശരാശരി മനുഷ്യന് തൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണിത്. ഹിൻഡർകൈഫക് ഫാം ഹൗസിൽ നടന്ന ഈ കൂട്ടക്കൊലപാതകത്തിൻ്റെ വിവരം നാട്ടിൽ മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. അതോടൊപ്പം തന്നെ പോലീസും എത്തി. പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചുവെങ്കിലും അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മൃതദേഹങ്ങളും തൊട്ടടുത്ത ദിവസമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടക്കുന്ന അതേ സമയം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ വിശദമായ ഒരു തിരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ആരംഭിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് എല്ലാ ഇരകളുടെയും ശരീരത്തിൽ വളരെ മാരകമായിട്ടുള്ള ധാരാളം മുറിവുകൾ ഡോക്ടർമാർ ശ്രദ്ധിച്ചു. നല്ല മൂർച്ചയുള്ള ഏതോ കാർഷിക ഉപകരണം കൊണ്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. എല്ലാ ഇരകളുടെയും തലകൾ പൂർണ്ണമായും തകർന്നിരുന്നു. എന്നാൽ സിസീലിയയുടെ മാത്രം കഴുത്ത് മുറിച്ചിരിക്കുന്നതും ഡോക്ടർമാർ ശ്രദ്ധിച്ചു. മറ്റ് മൃതദേഹങ്ങളുടെ ഒന്നിൻ്റെയും കഴുത്ത് മുറിക്കപ്പെട്ടിരുന്നില്ല. ഈ മരണവെപ്രാളത്തിൽ സിസീലിയ തൻ്റെ കഴുത്തിൽ മാന്തി പറിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മരണവെപ്രാളത്തിൽ സ്വന്തം തലമുടി സിസീലിയ പിഴുതെടുത്തിരുന്നു. ടൈം ഓഫ് ഡെത്ത് വെച്ച് ആ കുടുംബത്തിൽ നടന്ന കൂട്ടക്കൊലയിൽ ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടത് സിസീലിയ ആണെന്ന് ഡോക്ടർമാർ നിഗമനത്തിലെത്തി. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ പിക്കാക്സ് ആണ് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമെന്ന് പോലീസ് ആദ്യം കരുതുന്നു. എന്നാൽ പിന്നീട് 1 വർഷത്തിന് ശേഷം അധികാരികൾ ഈ ഫാം ഹൗസ് പൊളിച്ച് ഇരകൾക്ക് വേണ്ടി അവിടെ ഒരു സ്മാരകം പണിയുന്നുണ്ട്. ഈ സമയത്ത് ഫാം ഹൗസിൻ്റെ മച്ചിൻ്റെ മുകളിൽ നിന്നും പിക്കാക്സിനോട് സാദൃശ്യമുള്ള മറ്റൊരു ഉപകരണം കിട്ടുകയുണ്ടായി. മാറ്റക് എന്നാണ് ഈ ഉപകരണം അറിയപ്പെടുക. പിക്കാക്സിൻ്റേതുപോലെ തന്നെ സമാനമാണെങ്കിലും ഇതിൻ്റെ ഒരു വശം പരന്നിട്ടായിരിക്കും. രക്തക്കറ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ഈ ആയുധം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കൊലപാതകി ആ കൂട്ടക്കൊല നടത്തിയതെന്ന് അതോടെ വ്യക്തമായി. പോലീസിൻ്റെ നിഗമനപ്രകാരം കൊലപാതകി വളരെ നേരത്തെ തന്നെ കളപ്പുരയിൽ കയറി ഒളിച്ചിരുന്നു. അതിനുശേഷം കളപ്പുരയുടെ എതിർവശത്തുള്ള വീട്ടിൽ നിന്നും ഓരോ അംഗങ്ങളെയായി തന്ത്രപൂർവ്വം ആകർഷിച്ച് കളപ്പുരയിലേക്ക് വരുത്തി അവിടെ വെച്ച് കൊലപ്പെടുത്തി. എന്നാൽ എങ്ങനെയാണ് ഓരോരുത്തരെയായി കൊലപാതകി കളപ്പുരയിലേക്ക് എത്തിച്ചതെന്ന കാര്യം ഇന്നും അജ്ഞാതമാണ്. ഇതോടൊപ്പം തന്നെ ഓരോ മൃതദേഹവും ഒളിപ്പിക്കാനുള്ള ഒരു ശ്രമവും അവിടെ നടന്നിട്ടുള്ളതായി ക്രൈം സീനിൽ നിന്നും പോലീസിന് വ്യക്തമായി. കളപ്പുരയിൽ കണ്ടെത്തിയ 4 മൃതദേഹങ്ങളുടെ മുകളിലും കൊലപാതകി പുല്ലും വൈക്കോലും ഒക്കെ വെച്ച് മറയ്ക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ളവരുടെ ശ്രദ്ധ വീടിനകത്തേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാ ജനലുകളും അവിടെ ഉണ്ടായിരുന്ന തുണികൾ കൊണ്ട് മറച്ചിരിക്കുന്നതായി പോലീസ് പിന്നീട് ശ്രദ്ധിക്കുകയുണ്ടായി. ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം നാട്ടിൽ പരന്ന ധാരാളം പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളുടെ പിന്നാലെയാണ് പോലീസ് ആദ്യം പോയത്. അതിലൊന്നായിരുന്നു വിക്ടോറിയയുടെ ഭർത്താവായ കാൾ ഗബ്രിയലിനെ കുറിച്ചുള്ള കഥകൾ. അയാൾ 1-ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും അയാൾ തിരികെ വന്ന സമയത്ത് തൻ്റെ ഭാര്യയും അയൽവാസി ലോറൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുകയും അതിൻ്റെ പ്രതികാരമായി കാളാണ് ഈ കൂട്ടക്കൊല നടത്തിയത് എന്നായിരുന്നു പ്രധാന ജനസംസാരം. അതോടൊപ്പം തന്നെ സംശയനിഴലിൽ വന്ന അടുത്ത വ്യക്തി അയൽക്കാരനും വിക്ടോറിയയുടെ ഇളയ കുട്ടിയുടെ പിതാവുമായ ലോറൻസ് ആയിരുന്നു. ക്രൈം സീനിൽ ആദ്യം എത്തിയതും മൃതദേഹങ്ങളെല്ലാം ആദ്യം കണ്ടതും ലോറൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ തിരച്ചിലിനിടയിൽ കൂട്ടുകാരിൽ നിന്ന് മാറി അയാൾ പൂട്ടിക്കിടന്ന വീടിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കടന്നിരുന്നു. ഇതിനായി ഉപയോഗിച്ച താക്കോൽ ലോറൻസിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് പ്രധാനമായും അയാൾക്കെതിരെയുള്ള സംശയത്തിൻ്റെ കാരണം. എന്നാൽ അയാൾക്ക് വിക്ടോറിയയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെയുള്ള മറ്റാരെങ്കിലുമോ ആണ് ആ താക്കോൽ കൊടുത്തിട്ടുള്ളത് എന്നൊരു വാദം അപ്പോൾ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനാൽ തന്നെ ലോറൻസിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടുന്ന തെളിവുകൾ ഒന്നും ഇല്ലാതെയായി. ഇതോടൊപ്പം തന്നെ ഹിൻഡർകൈഫക്കിലെ മുൻ ജോലിക്കാരനായിരുന്ന ആൻഡൻ ബിക്ലറെയും പോലീസ് സംശയിച്ചിരുന്നു. ഫാമിലെ മുൻ ജോലിക്കാരിയായിരുന്ന ക്രസൻസ് റീഗറിനോട് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഈ കാര്യം ക്രസൻസ് ഗ്രൂബർ ഫാമിലിയെ അറിയിച്ചു. എന്നാൽ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തുകയും ഒരു താന്തോന്നിയായി ജീവിക്കുകയും ചെയ്തിരുന്ന ആൻഡൻ ബിക്ലറെ ഗ്രൂബർ ഫാമിലി ശാസിക്കുകയും ക്രസൻസുമായുള്ള ബന്ധത്തെ എതിർക്കുകയും ചെയ്തു. ഇതിൽ ബിക്ലർക്ക് ഗ്രൂബർ കുടുംബത്തോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ആ പകയിൽ ബിക്ലറാണ് ഈ കൂട്ടക്കൊല നടത്തിയത് എന്നും കഥകൾ പരന്നു. ഇങ്ങനെ ധാരാളം കഥകളും തിയറികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരെ ആരെയെങ്കിലും തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പോകുന്ന ശക്തമായ തെളിവുകളൊന്നും തന്നെ പോലീസിന് കിട്ടിയിരുന്നില്ല. പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ മാസങ്ങൾ കടന്നുപോയി. പിന്നീടത് വർഷങ്ങളായി. പിന്നീട് ഒരിക്കലും തെളിയാത്ത കോൾഡ് കേസുകളുടെ പട്ടികയിലേക്ക് ഹിൻഡർകൈഫക് കൂട്ടക്കൊലയും എഴുതി ചേർക്കപ്പെട്ടു.
ഒരു രാജ്യത്തെ ആകെ ഞെട്ടിച്ച ഈ ദാരുണമായ സംഭവത്തെ ആധാരമാക്കി ധാരാളം സിനിമകളും ഡോക്യുമെൻ്ററികളും പുസ്തകങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2009 പുറത്തിറങ്ങിയ ജർമ്മൻ സിനിമയായ ഹിൻഡർകൈഫക് അഥവാ ദ മർഡർ ഫാം. ദാരുണമായ ഈ സംഭവത്തെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്തത്ര വീഡിയോകളും ലേഖനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും രക്തം മരവിച്ചു പോകുന്ന ഈ കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇന്ന് 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും യഥാർത്ഥ കൊലപാതകി കാണാമറയത്താണ്. താൻ ചെയ്തു കൂട്ടിയ ഈ കൊടും പാതകത്തിൻ്റെ ഫലം അനുഭവിക്കാതെ തന്നെ അയാൾ ഈ ഭൂമിയിൽ നിന്ന് ഇതിനോടകം രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ചില കേസുകൾ അങ്ങനെയാണ്. നീതിയുടെ തുലാസിൽ വെച്ച് തൂക്കുമ്പോൾ ഇരകൾക്ക് കടുത്ത അനീതിയായിരിക്കും മിച്ചം കിട്ടുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഈ കമൻറ്റ് ബോക്സിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.